നമസ്കാരം, ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. യൂറോപ്പിലേതടക്കം പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോൾ അവരുടെ വീടും കെട്ടിടവും ഡിജിറ്റലാകുന്ന കാഴ്ചയാകും കാണാനാകുക. വീട്ടു നമ്പർ ഡിജിറ്റലാകുന്നു, കെട്ടിടത്തിന് QR കോഡുള്ള നമ്പർ പ്ലേറ്റ് വരുന്ന ഓരോ വീടും കെട്ടിടവും ഇനി ഡോർ എന്നറിയപ്പെടും. വിലാസം പോലുമില്ലാത്ത വീടിൻ്റെയും വീട്ടുടമയുടെയും വിവരങ്ങൾ വിരൽത്തുമ്പിലെത്തുന്ന ഡിജി ഡോർ പിൻ നടപ്പാക്കുമ്പോൾ കേരളത്തിലെ ഓരോ വീടിൻ്റെയും കെട്ടിടത്തിൻ്റെയും നമ്പറും ഡിജിറ്റലാകും. കെട്ടിടങ്ങൾക്ക് തദ്ദേശ സ്ഥാപനം നൽകുന്ന സ്ഥിരം നമ്പറാണ് ഈ ഡിജി ഡോർ പിൻ. 9, 10 അക്കമുള്ള ഓരോ നമ്പറിലും കെട്ടിട വിവരങ്ങൾ ഒളിഞ്ഞിരിക്കുമെന്നാണ് പ്രത്യേകത. പുനർനിർണയത്തിലൂടെ വാർഡോ തദ്ദേശ സ്ഥാപനം മാറിയാലും ഡിജി ഡോർ പിൻ മാറില്ല. നമ്പർ ഉണ്ടെങ്കിൽ വഴിതെറ്റാതെ ആ കെട്ടിടത്തിലേക്ക് എത്താം. ദുരന്തങ്ങൾ, അപകടങ്ങൾ എന്നിവയുണ്ടായാൽ വിലാസമില്ലാതെ തന്നെ പോലീസിനും അഗ്നിരക്ഷാസേനയ്ക്കുമൊക്കെ സ്ഥലത്തെത്താം. ഭക്ഷണ വിതരണം ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും എളുപ്പമാകും. വീട്ടുടമ അറിയിച്ചാൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ വഴി ചോദിച്ച് വലയേണ്ടിയും വരില്ല. വ്യക്തി വിവരങ്ങൾക്ക് സുരക്ഷാ ഭീഷണിയും ഉണ്ടാകില്ല. ഈ സംവിധാനത്തിൽ ഓരോ വീടും കെട്ടിടവും ഡോർ എന്നറിയപ്പെടും. ഫ്ളാറ്റുകളിലും മറ്റും ഓരോ താമസക്കാരനും ഓരോ ഡോർ ഇടമായി കണ്ട് സ്ഥിരം പിൻ നമ്പർ നൽകും. ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച സംവിധാനം സ്മാർട്ടിലൂടെയാണ് ഈ പദ്ധതി നടപ്പാക്കുക. 9, 10 അക്കമുള്ള ഡിജി ഡോർ പിൻ നമ്പർ ഫോൺ നമ്പർ പോലെ ഓർത്തിരിക്കാം. ഇത്തവണത്തെ തദ്ദേശ വാർഡ് പുനർനിർണയം പൂർത്തിയാകുന്നതോടെ ഡിജി ഡോർ പിൻ നൽകാനാകുമെന്നാണ് പ്രതീക്ഷയെന്നാണ് തദ്ദേശ മന്ത്രി MP രാജേഷ് പറയുന്നത്. വീടിൻ്റെ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ ലൊക്കേഷൻ, ഉടമയാരാണ്, വിലാസം, കെട്ടിടത്തിൻ്റെ തരം, നികുതി അടക്കമുള്ള കൂടുതൽ വിവരങ്ങളും ഡിജിറ്റലാക്കും. പിൻ നമ്പറും QR കോഡും ചേർത്ത് ഓരോ കെട്ടിടത്തിലും ഗോൾഡൻ നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് പതിപ്പിക്കും. QR കോഡ് സ്കാൻ ചെയ്താലും നമ്പർ തിരിഞ്ഞാലും ഉടൻ ലൊക്കേഷൻ എത്തും. തദ്ദേശ സ്ഥാപനവും ജില്ലയും തുടർന്ന് കെട്ടിട വിവരങ്ങളും ഇങ്ങനെ അറിയാം. കെട്ടിടത്തിലെത്താൻ റൂട്ട് മാപ്പ് വളരെ വ്യക്തമായിരിക്കും. 2 മീറ്റർ അകലിൽ നിന്ന് എല്ലാ കെട്ടിടങ്ങളും ജിയോ ടാഗ് ചെയ്ത് വിവരം ആധികാരികമാക്കും. കെട്ടിടങ്ങളുടെയോ വ്യക്തികളുടെയോ വലിപ്പച്ചെറുപ്പമോ പ്രാധാന്യമോ പരിഗണിക്കാതെ നമ്പർ പ്ലേറ്റ് ഒരേ മാതൃകയിൽ നൽകുമെന്നും കേരളം ഉറപ്പു നൽകുകയാണ്.